ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. വൈശാഖ മാസത്തെക്കുറിച്ചുള്ള പല സംശയങ്ങളും കണ്ടു. ഏപ്രിൽ 28 ആരംഭിക്കുന്ന വൈശാഖ മാസം 27 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പുണ്യമാസത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, സംശയങ്ങൾ ഒക്കെ തീർക്കാം. ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണെന്നൊരു ചോദ്യം കണ്ടു. എപ്പോഴെഴുന്നേൽക്കണം, എപ്പോഴാണ് സ്നാനം ചെയ്യേണ്ടത് എന്ന്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 3:30-ക്കും 4:30-ക്കും ഇടയ്ക്ക് വരുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഒരു 4:30-ക്ക്, ഒരു 4:45-ന് മുൻപ് ബ്രഹ്മമുഹൂർത്തത്തിൽ സ്നാനം ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. 5 മണിക്ക് ശേഷം ആകരുത്, അതിന് മുമ്പായിട്ട് തന്നെ സ്നാനം ചെയ്യാൻ ശ്രമിക്കണം. ആ സമയത്ത് ഉണർന്ന് സ്നാനം ചെയ്യുമ്പോൾ ആ ജലത്തിന്, ഈ വൈശാഖ മാസം പ്രഭാത സ്നാനത്തിന് വേണ്ടി ഈ ബ്രഹ്മയാമത്തിൽ നാം ഉണർന്ന് സ്നാനം ചെയ്യുമ്പോൾ ആ ജലത്തിൽ ഒരു അമൃതം ഉണ്ടാകും. സപ്ത നദികളുടെയും ആ ദേവതകളുടെയും പ്രാധാന്യം അതിലേക്ക് സംഭവിക്കുന്നു. ആ ദേവതമാരുടെ അനുഗ്രഹം ആ ജലത്തിൽ ഉണ്ടാകും ഈ വൈശാഖ മാസത്തിൽ എന്നാണ് സങ്കല്പം. അതുപോലെ തന്നെ ഈ വൈശാഖ മാസം നാം ഭഗവാനെ നിരന്തരം ധ്യാനിക്കുക വഴി, മാനസ പൂജ ചെയ്യുക വഴി, സ്മരിക്കുക വഴി, നാമങ്ങൾ ജപിക്കുക വഴി, ഏതെങ്കിലും ഒക്കെ ഒന്നും വയ്യ എങ്കിൽ നാരായണ നാമം ജപിക്കുക. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ആ നാരായണ നാമങ്ങളിലൂടെ ലക്ഷ്മി സമേതനായ ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കും. ഭഗവാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഇഹത്തിലും പരത്തിലും വേണമെന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് നേടിയെടുക്കുവാൻ അനുയോജ്യമായ സമയമാണിത്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കുപരി നമ്മുടെ ഒരു ജന്മാന്തര പാപങ്ങളൊക്കെ നാം എത്രയോ വാക്കുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങളെല്ലാം ഇല്ലാതായി തീർന്നിട്ട് ഒരു ജന്മമോക്ഷം ലഭിക്കുവാൻ, വരും ജന്മങ്ങളിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുവാൻ അനുയോജ്യമായ ഒരു സമയമാണ് ഈ വൈശാഖ മാസം. ഈ മാസം ഭഗവാനെ ആചരിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമാധാനവും സന്തോഷവും, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എത്ര മോശമാണെങ്കിലും അതെല്ലാം മാറ്റി ഭഗവാൻ നമുക്ക് ശ്രേഷ്ഠമായ ഒരു സ്ഥാനം തരിക തന്നെ ചെയ്യും. സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് രക്ഷിക്കും, രോഗശാന്തി ഉണ്ടാകും. എന്താണോ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതെല്ലാം പരിഹരിക്കുവാൻ ഭഗവാനോട് യാചിക്കേണ്ട, ആ യാചിച്ചാൽ ഫലം കിട്ടുന്ന മാസമാണ് വൈശാഖ മാസം. ബ്രഹ്മയാമത്തിൽ, അതായത് വളരെ പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് ഒരു 3:30-ക്കും 4:30-ക്കും ഇടയ്ക്കുള്ള 4:45 വരെയൊക്കെയുള്ള സമയത്ത് ഉണർന്ന് സ്നാനം ചെയ്യുക. അതിനുശേഷം ഭഗവാന് ദീപം തെളിക്കുക. ഒരു നെയ്ദീപം തെളിക്കുന്നത് ആണ് ഏറ്റവും ഈ മാസം ഉത്തമമായിട്ടുള്ളത്. അങ്ങനെ നാമജപങ്ങളിലൂടെ ആ ദിവസം ആരംഭിക്കുക. ഒരുപാട് സമയം ബാക്കിയുണ്ടാകും വെളുപ്പിനെ ഉണരുന്നത് കൊണ്ട്, നാമജപത്തിനും കുടുംബത്തിലെ മറ്റു കാര്യങ്ങൾക്കും എല്ലാറ്റിനും. പിന്നീട് ഇത് പ്രധാനമായും എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത രോഗമാണ്. പല വിധത്തിലുള്ള രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നവരാണ് എല്ലാവരും. ഒരു 5-10% കാണൂ രോഗമില്ലാത്തവർ. അപ്പോൾ ഈ രോഗങ്ങൾക്കെല്ലാം ഒരു ആശ്വാസമായി ഈ കാലഘട്ടത്തെ നമുക്ക് മാറ്റിയെടുക്കാം. ഏത് രോഗത്തിൽ, ജീവിതശൈലി രോഗങ്ങളിലാണോ, കൊളസ്ട്രോൾ കൂടിയോ, പ്രഷർ കൂടിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ, അല്ലെങ്കിൽ കാലുവേദന, ഭാരം വർദ്ധിക്കുന്നത് കൊണ്ടുള്ള വാതസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മുട്ടുവേദന, ഇങ്ങനെയൊക്കെ ധാരാളം ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നാം ഏവരും. ഈ ഒരു മാസക്കാലം ജീവിതത്തിനൊരു പ്രത്യേക ശൈലിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ രോഗങ്ങളെല്ലാം 100% മാറിയിരിക്കും. നമ്മൾ ഇതുവരെയും കൊളസ്ട്രോളിനോ അല്ലെങ്കിൽ ഷുഗറിനോ അല്ലെങ്കിൽ BP-ക്കോ ഒക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ ആ മരുന്നിന് പകരം ഞാൻ പറയുന്ന ആഹാരം കഴിച്ചാൽ മതി. ഈ ഒരു മാസക്കാലം മില്ലറ്റുകൾ, ചെറുധാന്യങ്ങൾ ഇത് കഴിക്കുക ഈ ഒരു മാസക്കാലം.
ആ ധാന്യങ്ങൾ ഏതവസ്ഥയിലും, അതായത് ഏകാദശിക്ക് പോലും നമുക്ക് ഈ മില്ലറ്റുകൾ കഴിക്കാം. ചെറുധാന്യങ്ങൾ, അത് നവധാന്യങ്ങൾക്കകത്ത് വരുന്നതല്ല, അത് കഴിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഈ ചെറുധാന്യങ്ങൾ നമ്മുടെ പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഋഷീശ്വരന്മാർ 500-1000 ഒക്കെ വർഷങ്ങൾ ജീവിച്ചിരുന്നതായിട്ട് പുരാണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താണ്? അവരെല്ലാം കഴിക്കുന്നത് ചാമേരിയും തിനയും ബാർലിയും അങ്ങനെയൊക്കെയുള്ള കൂവയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ധാരാളം ചെറുധാന്യങ്ങൾ കഴിക്കുന്നത് വഴി അവർക്ക് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന വല്ല രോഗങ്ങളെക്കുറിച്ചും നമ്മൾ എവിടെയെങ്കിലും പുരാതന ഭാരതത്തിലോ അല്ലെ നമ്മുടെ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ നമ്മുടെ അമ്മമാർക്കോ അച്ഛനോ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ? ഇല്ല. അത് ഇതിന് ശേഷം ആഹാരത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ആഹാരത്തിലൂടെ ഉണ്ടായ അസുഖങ്ങൾ മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. കൂവരക്, ചാമ, തിന, ബജറ, അതുപോലെ തന്നെ ചോളം തുടങ്ങിയ ചെറുധാന്യങ്ങളുണ്ട്. ആ ധാന്യങ്ങളുടെ സ്ഥാനത്ത് വലിയ ധാന്യങ്ങൾ സ്ഥാനം പിടിച്ചതോടെയാണ് നമ്മുടെ ശരീരത്തിന് ഭാരം വർദ്ധിക്കുകയും നമ്മളെല്ലാവരും പൊണ്ണത്തടിയന്മാരും തടിച്ചികളുമായി മാറുകയും അത് കുറയ്ക്കുവാൻ വേണ്ടി എന്തെല്ലാം മരുന്നുകളും വ്യായാമ മുറകളും ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും വിധേയമാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശരീരഭാരം കൊണ്ടുള്ള വിവിധ രോഗങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി നാം അമിതമായ ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ് ഈ പല വിധത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നത്. എന്നാൽ ഈ ചെറുധാന്യങ്ങളാകട്ടെ, മില്ലറ്റുകൾ, ഇവയുടെ കാലമാണ് ഇനി അങ്ങോട്ടെല്ലാം. ഇതൊന്ന് ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഞാനത് കഴിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇതിന്റെ ഈ മില്ലറ്റ് ഒരു ചെറിയ അളവിൽ ഒരു 50 ഗ്രാം മതി ഒരാൾക്ക്. അത് രാവിലെ എടുക്കണമെങ്കിൽ തലേ ദിവസം രാത്രി 8 മണിക്കൂറിന് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണം. നമ്മൾ പയറും ഒക്കെ കുതിർത്ത് വെക്കുന്നത് പോലെ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. ചെറുപയർ മുളപ്പിച്ചതോ അല്ലെങ്കിൽ മുതിര അല്ലെങ്കിൽ കടല, വൻപയർ, ഏത് ധാന്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അതും ഇതിനോടൊപ്പമല്ല, ഇത് കഴുകി ഉണക്കി കേടുകൂടാതെ വെച്ചിരിക്കുന്നതാണ്. അത് പിന്നെ കഴുകുന്ന വെള്ളമൊന്നും കളയേണ്ട കാര്യം വരുന്നില്ല, കുതിർക്കാൻ വെച്ചേക്കുന്നത്. അതിനോടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അല്ലാതെ മറ്റ് വലിയ ധാന്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കഞ്ഞിയായിട്ട് രാവിലെ കഴിക്കുക. അതിൻ്റെ കൂടെ ഇലകൾ കൊണ്ടുള്ള തോരനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ കഴിച്ചാൽ എത്ര നല്ലതെന്നറിയാം. നമ്മുടെ ശരീരത്തിന് വിശക്കുകയില്ല. വിശക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആഹാരം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്. ഈ മില്ലറ്റിൻ്റെ കഞ്ഞി, അതിൻ്റെ പുട്ട്, അതിൻ്റെ ഉപ്പുമാവ്, എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെറുധാന്യങ്ങൾ, നമ്മുടെ പഞ്ഞിപ്പുല്ലില്ലേ, അതുപോലത്തെ ചെറിയ ധാന്യങ്ങൾ. പഞ്ഞിപ്പുല്ലൊക്കെ നമുക്ക് എല്ലായിടവും കിട്ടുന്നതല്ലേ, റാഗി. ആ റാഗി കൊണ്ട് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ റാഗി ഉപയോഗിച്ച്, പക്ഷേ ഡയറക്റ്റ് കഞ്ഞി വെക്കാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഇത് നേരിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. എനിക്കിതൊക്കെ കിട്ടുന്നത് ഇത് വളരെ നാച്ചുറലായിട്ട് തമിഴ്നാട്ടിലൊക്കെ ഇത് കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. 3-4 മാസം മതി ഇതിന്റെ വിളവിന് വേണ്ടി. അവിടുന്ന് ചെന്ന് നേരിട്ട് കൊണ്ടുവരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അത് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു സംരംഭകയാണ് ആ ചേച്ചി. അവിടുന്ന് നേരിട്ട് കർഷകരുടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവർക്കതിൻ്റെ മെഷീനുകളൊക്കെ ഉണ്ട്. അതിലിട്ട് ഉണക്കി അത് പാക്ക് ചെയ്ത് അതാണ് വിതരണം ചെയ്യുന്നത്. ഞാനത് കുറേ നാളുകൊണ്ട് അത് കഴിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും ഞാനത് മില്ലറ്റിൻ്റെ കഞ്ഞിയോ അല്ലെ ഏതെങ്കിലും ഒരു ആഹാര സാധനമായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശക്കുന്നത് ഇല്ലയെന്ന് മാത്രമല്ല, നമുക്ക് ധാതുക്കൾ, എല്ലാ വിധത്തിലുള്ള പ്രോട്ടീൻസ്, കാൽസ്യം എല്ലാം അതിനകത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ചോറെന്ന് പറയുന്ന ഒരു സംഭവം, അതുപോലെ ഗോതമ്പെന്ന് പറയുന്നതും ചോറിനോട് ഏകദേശമൊക്കെ അത്രയും തന്നെ വരുന്നതാണ്. അതിനകത്തിൽ ഈ കൊളസ്ട്രോളുകാർ അത് കഴിക്കരുതെന്ന് പറഞ്ഞാലും ഗോതമ്പ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ഒത്തിരി കഴിച്ചാൽ ഈ ചോറ് പോലെയൊക്കെയുള്ള ഫലങ്ങളെ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ചോറെന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ എപ്പോഴും ഒരു നമ്മളെ ഒരു ഗുണമില്ലാത്തവരാക്കി മാറ്റുന്നതാണ്. നമ്മൾ അതിൻ്റെ കൂടെ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോ, മത്സ്യം കഴിക്കുന്നവർ കഴിച്ചോ, മറ്റ് നോൺ വെജോ ഒക്കെ കഴിക്കുന്നവർ കഴിച്ചോളൂ. പക്ഷെ ഈ മില്ലറ്റിൻ്റെ കൂടെ കഴിക്കുക. ചോറ് കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ അത് ഉച്ചയ്ക്ക് ഒരു നേരം ഒരു ശകലം ചോറും അതിൻ്റെ കൂടെ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കി, ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഡക്ട്സ് ഉണ്ടാക്കി അതും ഒരു ചെറിയ ബൗളിനകത്ത് ശകലം ചോറും ഇഷ്ടമുള്ള കറികളും കൂട്ടി കഴിക്കുക.
പിന്നീട് രാവിലെയും വൈകുന്നേരവും ഈ മില്ലറ്റിന്റെ കഞ്ഞിയോ അല്ലെങ്കിൽ ഉപ്പുമാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം, മില്ലറ്റ് നേരിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ കൂടെ നമുക്കിഷ്ടമുള്ള വല്ല ധാന്യങ്ങളുണ്ടെങ്കിൽ മുതിരയോ ചെറുപയറോ വൻപയറോ എന്ത് വേണമെങ്കിലും ഉണ്ട്, അതും വേറൊരു പാത്രത്തിൽ അതേ സമയത്ത് തന്നെ ഇട്ട് കുതിർത്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് കുക്കറിനകത്തിൽ വെച്ചാൽ മതി. നമുക്ക് വിശക്കാത്ത വിധത്തിലുള്ള കടല മുളപ്പിച്ചതിനകത്തിലിടാം. എല്ലാം വിശക്കുകയില്ല നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ. നമ്മൾ എപ്പോഴും വിശക്കുന്നതും കൊണ്ടാണ് നമ്മൾ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുന്നത്. ഇങ്ങനെ ഒരു പദ്ധതി ഒന്ന് നിങ്ങൾ ഈ ഒരു മാസക്കാലം ഒന്ന് ചെയ്തേ, മുട്ടുവേദനക്കാരുടെ വേദന കംപ്ലീറ്റ് മാറിയിരിക്കും. കാരണം ശരീരത്തിന്റെ വെയിറ്റ് കൊണ്ടാണ് മുട്ടുവേദനിക്കുന്നത്. തന്നെയല്ല കാൽസ്യത്തിന്റെ കുറവ്. നമ്മൾ ഈ ഭക്തിയിലേക്കൊക്കെ വരുമ്പം നോൺ വെജ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നവരായിരിക്കുകയില്ല. ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തിൽ ഉണ്ടാവുകയില്ല. അത് കാരണം അസ്ഥിക്കൊക്കെ തേയ്മാനവും അങ്ങനെയൊക്കെ സംഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ധാതു സമ്പുഷ്ടമായ ഒരു ആഹാരമാണ്. നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു ഫുഡാണത്. രാവിലെയും വൈകുന്നേരവും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചോറ് കഴിക്കൂ, അതിൻ്റെ കൂടെ 2 1 ചപ്പാത്തിയോ അല്ല വേറെ ഗോതമ്പ് കൊണ്ടുള്ള അപ്പമോ എന്തെങ്കിലും കഴിക്കൂ. അതിൻ്റെ കൂടെ ഇഷ്ടമുള്ള കറികളെല്ലാം കഴിക്കൂ. വൈകുന്നേരവും നിങ്ങൾക്ക് കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കാം. അതിന്റെ കഞ്ഞിയാണെങ്കിൽ മില്ലറ്റിന്റെ കഞ്ഞിയോ അല്ലെങ്കിൽ മറ്റു പ്രോഡക്ട്സ് ആണെങ്കിൽ അതിന്റെ കൂടെ ഈ കറികളൊക്കെ കൂട്ടി കഴിക്കാം. പക്ഷെ ചോറ് നിങ്ങൾ കഴിക്കാതിരിക്കുന്നതിന്റെ മാറ്റവും ഈ മില്ലറ്റ് കഴിക്കുമ്പോഴുണ്ടാകുന്ന ശരീരത്തിന്റെ ഗുണവും രോഗമെന്ന അവസ്ഥ മാറുന്നു. ഈ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കുന്ന പൈസ മതി മില്ലറ്റ് വാങ്ങി കഴിക്കുവാൻ. ഒരു മാസം എത്ര രൂപ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കുന്നു? കൊളസ്ട്രോളിന്റെ മരുന്ന്, ഷുഗറിന്റെ മരുന്ന്, അതൊക്കെ പിന്നെ BP മരുന്ന്. ഇതിന്റെ പൈസയുടെ ഒരു കുറച്ച് മതി ഈ സാധനം വാങ്ങാൻ. ഇതിലൊരു തിനയാണെന്ന് തോന്നും, ഒരു മില്ലറ്റിന്റെ ഒരു സ്മോൾ മില്ലറ്റ് ഉണ്ട്. അത് കഴിച്ചാൽ 100% ഷുഗർ കുറയുമെന്ന് സയന്റിഫിക്കായിട്ട് തെളിഞ്ഞിട്ടുള്ളതാണ്. ഷുഗർ പേഷ്യന്റുകൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് ഷുഗർ ഉണ്ടാവുകയില്ല. ഷുഗറിന്റെ നില വളരെ കുറയും. മരുന്നൊന്നും കഴിക്കേണ്ടി വരികയില്ല. കാരണം ഈ ചോറെന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ ശരീരത്തിനെ ആവശ്യമില്ലാത്ത കൊഴുപ്പ് വർദ്ധിപ്പിക്കുകയും നമ്മളുടെ ശരീരത്തെ പിടിച്ച് താപ്പോട്ടാക്കുന്ന, എന്ന് വെച്ചാൽ നമുക്കൊരു ഊർജ്ജം നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനമാണ്. എനർജി ലെവൽ ഇല്ലാതാക്കുന്ന ഒരു ഫുഡാണത്. എനർജി ഇല്ല അതിന്. അപ്പോൾ ആ എനർജറ്റിക് ആയിട്ടുള്ള ആഹാരം വേണം നമ്മൾ കഴിക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു പകുതി പ്രായമൊക്കെ കഴിഞ്ഞ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ ജീവിതത്തിൽ അവരുടെ ആരോഗ്യം താപ്പോട്ട് പോകുന്നവരാണ്. അപ്പോൾ ആ താപ്പോട്ട് പോകാതെ നിത്യേന ഇച്ചിരി വ്യായാമമൊക്കെ ചെയ്യുക. നടക്കാൻ ഇറങ്ങുന്നവർ നടക്കുക, അല്ലെ ജിമ്മിൽ പോകുന്നവർ അങ്ങനെ പോകുക, അല്ലെ വീട്ടിൽ തന്നെ വ്യായാമ മുറകളൊക്കെ അഭ്യസിക്കുന്നവർ അങ്ങനെ ചെയ്യുക. അതിൻ്റെ കൂടെ ഈ മില്ലറ്റിൻ്റെ ധാന്യങ്ങൾ കഴിക്കുക. കഴിച്ചിട്ട് ആ ചോറ് കഴിക്കാതിരുന്നെന്ന് നോക്കിക്കേ, നിങ്ങളുടെ എല്ലാ വയ്യാഴികളും പമ്പ കിടക്കും. അതിന് പറ്റിയ ഒരു മാസമാണ് ഇതും കൂടെ ഈ ഒരു മാസം, വൈശാഖ മാസം ഇങ്ങനെയും കൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് നല്ല മാറ്റം. ശരീരത്തിന്റെ രോഗം ഇല്ലാതിരിക്കുന്നത് തന്നെ നല്ല അവസ്ഥയല്ലേ? വയ്യാഴികയില്ലാതെ നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പോകുക, ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യുക, ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ രോഗങ്ങളില്ലാതെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാതെ ഇരിക്കുന്ന ഒരു നല്ല അവസ്ഥയല്ലേ? അത് ഈ വൈശാഖ മാസത്തിൽ ഇങ്ങനെ ജീവിതചര്യ ഇങ്ങനെ ചെയ്യുമ്പോഴൊന്ന് ചെയ്തു നോക്കൂ. അതിൻ്റെ കൂടെ നാമം ജപിക്കുന്നവരുടെ ഓർമ്മശക്തി എന്ന് പറയുന്ന ഒരു അപാരമാണ്. നമ്മുടെ പൂർവികരായിട്ടുള്ള മുതുമുത്തശ്ശിമാരും നമ്മുടെ അമ്മമാരും ഒക്കെ എത്ര ഓർമ്മശക്തിയുള്ളവരാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്നലെ വെച്ചിരിക്കുന്ന ഒരു സാധനം ഇന്ന് അത് എവിടെയായിരുന്നു വെച്ചിരുന്നതെന്ന് പോലും ഒരു ഓർമ്മയില്ലാത്തവരാണ് ഒത്തിരിയും പേരും. എന്തെങ്കിലുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അത് ഏത് ഫയലിലാണെന്ന് പോലും നമുക്ക് ഓർമ്മ കാണത്തില്ല. നമ്മളതെല്ലാം വാരി ഇറക്കി പിന്നെ നോക്കി 1-2 മണിക്കൂറെല്ലാം അത് കണ്ടുപിടിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിയുമ്പോൾ യുദ്ധം വിജയിച്ച സന്തോഷത്തിൽ നമ്മളത് കണ്ടെത്തും. അത്രയ്ക്ക് ഓർമ്മക്കുറവാണ് നമുക്ക്. പക്ഷെ ഇപ്പം എല്ലാം ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് കൊണ്ട് അത്രയും ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു നമുക്ക് കൂടുതൽ ഓർമ്മയില്ലാതെ പോയത്. എന്തുകൊണ്ടാണ്? ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ മനുഷ്യരുടെ പ്രധാന രോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടേത് പൊണ്ണത്തടിയാണെങ്കിൽ അവരുടെ രോഗം ഡിമെൻഷ്യയാണ്, എന്നുവെച്ചാൽ ഓർമ്മയില്ലാത്ത അവസ്ഥ. നമ്മുടെ ഇപ്പോൾ ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം? ഈ ഓർമ്മക്കേടെന്ന് പറയുന്ന ഒരു അസുഖം പ്രായമാകുമ്പോൾ ഒരു 55-60 വയസ്സാകുമ്പോൾ തൊട്ടേ അങ്ങ് തുടങ്ങും.
അങ്ങനെയുള്ള അസുഖം വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാമജപം എന്ന് പറയുന്ന ആത്മീയമായ ഒരു പാത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ഭാരതത്തിലെ പുരാതന കാലം തൊട്ടുള്ള മനുഷ്യരെല്ലാവരും നാമജപത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, അത് ഒരു ജീവിതചര്യയായി മാറ്റുകയും ചെയ്തതുകൊണ്ട് അവർക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. എൻ്റെ അമ്മയുടെയൊക്കെ ഓർമ്മശക്തി ഇപ്പോഴൊക്കെ കാണണം. ഞാനൊക്കെ അന്തം വിട്ടുപോകും. ഒരേ സാധനമൊക്കെ ഓരോരുത്തരത്തു നിന്നൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരേ കീയൊക്കെ അലമാരയുടെയും അത് ഇതൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എവിടെയൊക്കെ എത്ര നാളിന് മുമ്പ് വെച്ചാലും പോയി എടുത്തുകൊണ്ട് വരുന്നത് കാണുമ്പോൾ അന്തം വിട്ടുപോകും. അതുപോലെ അത് നാമജപത്തിന്റെ പ്രത്യേകതയാണ്. നിത്യേന നാമം ജപിക്കുന്ന, ഗായത്രിയൊക്കെ ജപിക്കുന്ന ഒരാൾക്ക് പോലും മറവി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകത്തില്ല. പിന്നല്ലേ മറവി രോഗം. ഈ ഈശ്വര ഒരു സാമീപ്യമില്ലാതെ, ആത്മീയ പാതയില്ലാതെ, നാമജപങ്ങളില്ലാതെ ജീവിക്കുന്ന രാജ്യത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ അൾഷിമേഴ്സ് രോഗക്കാരെയും ഡിമെൻഷ്യക്കാരെയൊക്കെ കാണാൻ കഴിയുന്നത്. ഇത് നമ്മുടെ ഭാരതത്തിലും നമ്മുടെ കേരളത്തിലും ഇന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭൗതികതയിൽ തിമിർത്ത് വാരി അടിച്ച് തേർപ്പിച്ചിങ്ങനെ അങ്ങ് ജീവിക്കുക, തകർത്തു വാരി. അവരൊക്കെയാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് അടിമകളായി പോകുന്നത്. ഒരു ആത്മീയമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന, നിത്യേന നാമങ്ങളൊക്കെ ജപിക്കുന്ന, ഈശ്വരചിന്തയോടെ ജീവിക്കുന്ന ഏത് വ്യക്തിക്കാണ് ഓർമ്മക്കേട് വരുന്നത്? ആരാണ് പലവിധ രോഗങ്ങൾക്ക് അടിമയാകുന്നത്? പ്രധാനമായും മനസ്സിനെ ഉയർത്തുവാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ അതേപോലെ പ്രായമാകുമ്പോഴും നിലനിർത്തുവാനും ഏറ്റവും നല്ല മെഡിസിനാണ് ആത്മീയത. അത് ഈശ്വര ചിന്ത, നാമജപങ്ങൾ. അതുപോലെ അതിന് ഉതകുന്ന രീതിയിലുള്ള ഈ ഫുഡും കഴിക്കുക. ഈ മാസം ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരൊന്ന് ശ്രദ്ധിച്ച് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇതിന് നമ്മുടെ ധാന്യങ്ങളെക്കാൾ ഇത്തിരി കൂടെ വില കൂടുതലാണ്. ചെറുധാന്യങ്ങളില്ലേ, നമ്മുടെ കേരളത്തിലെങ്ങും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇത് സൗത്ത് ഇന്ത്യൻ ഗ്രെയിൻസ് ആണിത്. പ്രത്യേകിച്ച് കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ഇത് കൂടുതൽ കൃഷി ചെയ്യുന്നത്. അവിടുന്നാണ് ഇവിടെ ആരെങ്കിലുമൊക്കെ വിൽക്കുന്നുള്ളവർ വാങ്ങിക്കൊണ്ട് വരുന്നതും ഇവിടെ പിന്നീട് അവരുടെ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് അത് ശുദ്ധിയാക്കി വൃത്തിയാക്കി നമുക്ക് കഴിക്കാൻ പാകത്തിനാക്കി തരുന്നത്. അതിനേക്കാൾ ഇത്തിരി കൂടെ വില കൂടുതലാണെങ്കിലും ഇത് നമ്മൾ വാങ്ങിച്ച് നമ്മൾ വയറ് നിറച്ചങ്ങ് ചോറ് മാതിരിയല്ല കഴിക്കുന്നത്. ഇതിന്റെ കൂടെ ഇത് നമുക്ക് നിറയാനുള്ളത് 50 ഗ്രാമൊക്കെ മതി ഒരു വ്യക്തിക്ക്. പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് വേണം, കുറച്ചുകൂടി എനിക്ക് അറിയാനുണ്ടെന്ന് തോന്നുന്നവർക്ക്, കുറച്ചുകൂടെ കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് നമ്മുടെ മറ്റ് വലിയ ധാന്യങ്ങൾ അതിൻ്റെ കൂടെ മുളപ്പിച്ചോ അല്ലെ കുതിർത്തോ ഒക്കെ ഇട്ട് അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പൂർണ്ണമായും ഒരു നല്ല സമീകൃത ആഹാരമായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇത് മില്ലറ്റുകൾ വളരെ ശുദ്ധമായത് ഞാൻ 100% ഉറപ്പോടെ വാങ്ങുന്ന ഒരു ചേച്ചിയുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു യൂണിറ്റ് ഉള്ള ഒരു ചേച്ചിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരുടെ വീടുകളിൽ കൊറിയർ വഴി എത്തിച്ചു തരാനുള്ള സംവിധാനവും ചേച്ചിയുടെ കയ്യിലുണ്ട്. എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കിത് കിട്ടിയിരിക്കും. എല്ലാവർക്കും ഈ ഒരു മാസക്കാലം ഇതൊന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക. 2 നേരം രാവിലെയും വൈകിട്ടും അത് കഴിക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം, അതായത് ചോറ് കഴിക്കേണ്ടവർക്ക് കുറച്ച് ചോറ് കഴിക്കുക. അതിൻ്റെ കൂടെ 2 ചപ്പാത്തിയോ അല്ലെ ഗോതമ്പിൻ്റെ എന്തെങ്കിലും അപ്പമോ എന്തെങ്കിലും കഴിക്കുക. ഇഷ്ടമുള്ള കൂട്ടാനുകളെല്ലാം കഴിച്ചോളൂ അതിൻ്റെ കൂടത്തിൽ. പക്ഷെ നമ്മുടെ വണ്ണം കൂടുകയില്ല, ഭാരം കുറയും, ശരീരത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള രോഗങ്ങളെല്ലാം ഇല്ലാതായി വളരെ സ്മാർട്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. എൻ്റെ നമ്പര് 94 00 44 93 69. എൻ്റെ നമ്പരാണിത്. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ ആ ചേച്ചിയിൽ നിന്ന് മില്ലറ്റുകൾ ചേച്ചിയോട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ നമ്പറിൽ അല്ലെ അഡ്രസ്സിൽ കൊറിയർ വഴിയോ അല്ലെ പോസ്റ്റ് വഴിയോ എങ്ങനെയെങ്കിലും എത്തിക്കുന്നതാണത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെന്നെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ കമൻ്റായിട്ട് വേണമെങ്കിലും ആവശ്യമുള്ളവർ അറിയിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാസക്കാലം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഞാനിത് കുറേ നാളുകൾ ആ ചേച്ചിയെ പരിചയപ്പെട്ടതിന് ശേഷം, ഒരു വലിയ സംരംഭകയാണ്, പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് സ്ഥിരം വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങി ഞാനിത് ഉപയോഗിക്കുന്ന അതിൻ്റെ ഗുണം എനിക്ക് അറിയാവുന്നതും കൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്കും ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ അത് വാങ്ങുക, കഴിക്കുക. അതുപോലെ അത് നാമജപങ്ങളും ഭഗവാനോടുള്ള ആ ഒരു അടുപ്പം ഈ മാസകാലങ്ങളിൽ വളരെ കൂടുതലായിട്ട് കൊണ്ടു നടക്കുക. ദേവിയും ഭഗവാനും അനുഗ്രഹിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നാം പുറംതിരിഞ്ഞ് നടന്ന ആ അനുഗ്രഹങ്ങളൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്നത് ശരിയല്ല. അപ്പോൾ വിഷ്ണു സഹസ്രനാമം
ജപിക്കുക, അർത്ഥമറിഞ്ഞ് ജപിക്കുക. അതിൽ അർത്ഥം വിശദീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ, അത് കേൾക്കുക. അതുപോലെ തന്നെ ഭാഗവതം നിത്യേന പാരായണം ചെയ്യുകയോ, ഭാഗവതം ഞാനിങ്ങനെ ഓരോ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേനനെക്കുറിച്ച് വരെയാണ്, വേനൻ്റെ പൃഥ്വിരാജാവിൻ്റെ ജനനം വരെയാണ് പറഞ്ഞത്. അത് ചതുർത്ഥ സ്കന്ധം അവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കി പറയുന്നതാകും. ഇതൊക്കെ കേൾക്കുക. നമ്മുടെ മനസ്സിനെ ഉയർത്തുവാൻ മറ്റൊരു മാർഗവുമില്ല. നാം ജീവിക്കുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ, നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കൂ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ മനസ്സിൻ്റെ ഉയർച്ച, സന്തോഷം, സ്വസ്ഥമായ ജീവിതം, ശാന്തമായ അന്തരീക്ഷം, ഗൃഹാന്തരീക്ഷം, ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ആരോഗ്യവതികളായിട്ടിരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ. ആരോഗ്യമുള്ള ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് സന്തോഷമുള്ള ഒരു കുടുംബം ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.